ഫസ്റ്റ് റിപ്പോർട്ടർ DA സന്ദേശ വിവാദങ്ങൾക്കിടെ ഉമ്മൻചാണ്ടി പിണറായി വിജയൻ സർക്കാരുകളെ താരതമ്യം ചെയ്ത പത്രങ്ങളിൽ PRD പരസ്യം. കേരളം അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ മാത്രം ചൂണ്ടിക്കാട്ടിയാണ് ഒന്നാം പേജിലെ പരസ്യം. ഇടതുപക്ഷ സർക്കാരിന്റെ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞാണ് ഉൾപേജിലെ പരസ്യം. ദേശാഭിമാനിക്ക് പുറമെ മാധ്യമവും ദ ഹിന്ദുവും അടക്കമുള്ള ദേശീയ പ്രാദേശിക പത്രങ്ങൾ പരസ്യം നൽകിയിട്ടുണ്ട്. റഹീസ് റഷീദ് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. റഹീസ്, നിലവിലുള്ള വിവാദങ്ങൾ നമുക്കറിയാം, അതിനിടയിൽ ഒരു പരസ്യം കൂടി വിവാദമായി മാറാൻ പോകുന്നു. എന്താണ് സർക്കാരിന്റെ ഇതുമായി ബന്ധപ്പെട്ട് ഏത് തരത്തിലുള്ള വിശദീകരണം പ്രതീക്ഷിക്കണം? പ്രതിപക്ഷം ഉറപ്പായും വിമർശനം ഉയർത്താനുള്ള സാധ്യതയുണ്ടല്ലോ റഹീസ് റഷീദ്. ഗുഡ് മോർണിംഗ് റീജിത്ത്, കീർത്തന. ഇന്ന് രാവിലെ പത്രം വായിക്കാൻ എടുക്കുന്ന മലയാളിയെ സംബന്ധിച്ച് ആദ്യ പേജ് കാണുമ്പോൾ ഒരുപക്ഷെ ഞെട്ടിപ്പോവും. കാരണം ഒന്നാമത്തെ പേജിന്റെ ലീഡ് വാർത്ത എന്ന് പറയുന്നത് ഇന്നു മുതൽ ലോഡ് ഷെഡിങ് എന്നതാണ്. അത് മലയാള മനോരമയും മാതൃഭൂമിയും ഒഴികെയുള്ള എല്ലാ പത്രങ്ങളിലും ഇങ്ങനെ തന്നെയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അത് മാധ്യമത്തിലുണ്ട്, ഹിന്ദുവിലുണ്ട്, കേരള കൗമുദിയിലുണ്ട്. അത്തരം പത്രങ്ങൾ നോക്കിയിട്ട് കണ്ടു. മനോരമയുടെയും മാതൃഭൂമിയുടെയും ഫ്രണ്ട് പേജിൽ കണ്ടില്ല. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് ആളുകൾ ഞെട്ടിപ്പോകുന്ന തരത്തിൽ ഇതെന്താണ്, പ്രത്യേകിച്ച് ദേശാഭിമാനിയുടെ ഒന്നാം പേജ് വായിക്കാൻ നേരത്ത് ഇന്ന് ലോഡ് ഷെഡിങ് എന്നത് ലീഡ് വാർത്ത, അതിൻ്റെ മുകളിൽ KSRTC പൂട്ടലിൻ്റെ വക്കിലാണ് എന്ന് പറയുന്ന വാർത്ത, 40% സ്കൂളുകളും അടച്ചുപൂട്ടുന്നു എന്നൊരു വാർത്ത. അങ്ങനെ ആ തരത്തിൽ നെഗറ്റീവ് വാർത്തകളാണ് ഒന്നാം പേജിലുള്ളത്. അതിൻ്റെ സൈഡിൽ ഒരു സാധാരണ വാർത്താ രൂപത്തിൽ തന്നെയാണ് PRDയുടെ ഈ പരസ്യം കൊടുത്തിരിക്കുന്നത്. ഒരു സൈഡിൽ ചെറിയൊരു ബോക്സിൽ സാധാരണ ഈ തെറ്റൊക്കെ വരുമ്പോൾ അത് തിരുത്ത് ഖേദപ്രകടനമൊക്കെ നടത്തുന്ന രീതിയിൽ ഇത് PRDയുടെ പരസ്യമാണ് എന്ന് ഒരു സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അകത്തേക്ക് പോകുമ്പോൾ ദേശാഭിമാനിയുടെ മൂന്നാം പേജിലാണ് യഥാർത്ഥമായ അവരുടെ ഇന്ന് പരസ്യം, മറ്റു പരസ്യമുള്ളത്. അതായത് ഇന്നു മുതൽ ലോഡ് ഷെഡിങ് എന്നതിൻ്റെ ബദലായി കേരളത്തിൽ വെളിച്ച വിപ്ലവം എന്ന, അത് ഉമ്മൻചാണ്ടിയുടെ സർക്കാരിൻ്റെ കാലത്ത് ലോഡ് ഷെഡിങ് ആയിരുന്നെങ്കിൽ പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് വെളിച്ച വിപ്ലവമാണ് എന്നത് ലീഡ് വാർത്തയായി പറയുന്നു. ഒപ്പം പുതിയ 111 സ്കൂളുകൾ തുടങ്ങുകയാണ്, അതിൻ്റെ കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കിയതെന്നത് സബ് വാർത്തയായിട്ടുണ്ട്. KSRTC ലാഭത്തിലേക്ക് എന്ന കാര്യം മറ്റൊരു പോസിറ്റീവ് വാർത്തയായിട്ടുണ്ട്. ആ തരത്തിൽ നമ്മൾ സാധാരണഗതിയിൽ കാണാത്ത തരത്തിലുള്ള ഒരു PRDയുടെ പരസ്യം. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ തെലങ്കാന സർക്കാരിന്റെ പരസ്യം വ്യത്യസ്തമായ രൂപത്തിലാണ് ആ പരസ്യം ഇടം പിടിക്കുന്നതെന്ന് ശ്രദ്ധേയം. ഇന്ന് രാവിലെ പത്രം എടുത്ത് നോക്കുമ്പോൾ ആളുകൾ ഇന്ന് മുതൽ ലോഡ് ഷെഡിങ് എന്നുള്ള തലക്കെട്ടൊന്നും കണ്ട് തെറ്റിദ്ധരിക്കേണ്ടതില്ല. അത് സർക്കാരിന്റെ ഒരു പരസ്യമാണ്. റഹീസ് റഷീദ് വിശദാംശങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് പങ്കുവയ്ക്കുകയായിരുന്നു.